ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ ജില്ലയിൽ ഞങ്ങളുടെ നാട്ടിൽ ക്യാമ്പസിലും അതുപോലെ തന്നെ തെരുവിലും ഏറ്റവും കൂടുതൽ പ്രസംഗവും കവിതയൊക്കെ നടത്തിയിട്ടുള്ള രണ്ടാളുകൾ ഈ വേദിയിലുണ്ട്. അതൊന്ന് മുരുകൻ മാഷും ഒന്ന് GS പ്രദീപുമാണ്. ഈ രണ്ടുപേരും ഞങ്ങളുടെ വിദ്യാർത്ഥി കാലത്ത് എല്ലാ കോളേജുകളിലും മിക്കവാറും എല്ലാ വർഷവും വന്നു പോകുന്ന ആളുകളാണ്. നമ്മൾ എത്രയോ വർഷമായി ഇവരെല്ലാമായിട്ടുള്ള വലിയ ഹൃദയബന്ധമാണ് ഞങ്ങളുടെ നാടിനാകെ ഉള്ളത്. തീർച്ചയായിട്ടും മുരുകൻ മാഷിൻ്റെ കന്നഡയ്ക്ക് 25 വർഷമാവുമ്പോൾ ഞാൻ ഈ കവിത ആദ്യമായി കേൾക്കുന്നത് അന്നത്തെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള T ശശിധരൻ മട്ടന്നൂരിലെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് കാട്ടാക്കടയിലുള്ള മുരുകൻ പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഈ കന്നഡയിലെ കുറെ വരികൾ തുടർച്ചയായി അദ്ദേഹം അവിടെ ആലപിച്ചപ്പോഴാണ്. പിന്നീട് SFIയുടെ സംസ്ഥാന സമ്മേളനം 2003 കണ്ണൂരിൽ വെച്ച് നടന്നപ്പോൾ ആ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ കവിയരങ്ങ് സംഘടിപ്പിക്കുകയുണ്ടായി. ആ കവിയരങ്ങിൽ വെച്ചാണ് മുരുകൻ മാഷെ ഞാൻ ആദ്യമായി കാണുന്നത്. പിന്നീട് ഈ 2026 വരെയുള്ള കാലയളവിൽ നിരവധി പരിപാടികളിൽ അദ്ദേഹം വരികയും തന്റെ രാഷ്ട്രീയം ഒരു മറയുമില്ലാതെ ജനങ്ങളോട് തുറന്നു പറയുകയും ആ രാഷ്ട്രീയത്തിനു വേണ്ടി അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വളരെ സജീവമായി നിലകൊള്ളുകയും ചെയ്ത ധീരതയോടെ നിലകൊണ്ട ആളാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അങ്ങനെ ആ നിലപാട് തുറന്നു പറഞ്ഞതിന്റെ ഭാഗമായി ചില മുഖ്യധാര നിരൂപകരും സാഹിത്യ ലോകത്തെ ചില പ്രമാണിമാരെല്ലാം പല ഘട്ടങ്ങളിലും മുരുകൻ ഒരു കവിയല്ല എന്നതുൾപ്പെടെയുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൂടി നിന്നിട്ടുള്ള ജനസഞ്ചയം സാക്ഷ്യപ്പെടുത്തുന്നു, ഈ നാടാകെ സാക്ഷ്യപ്പെടുന്നത് ആര് തന്നെ അവഗണിച്ചാലും മുരുകൻ മാഷെ പോലെയുള്ള ജനകീയ കവികളെ, നല്ല പ്രത്യയശാസ്ത്ര ദൃഢതയുള്ള കവികളെ അവഗണിക്കാൻ കഴിയില്ല എന്നതിന്റെ സൂചന തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കവിതകൾ എഴുതാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.